പാകിസ്ഥാന്റെ ജലപ്രതിസന്ധി ഇപ്പോൾ കൊടും വരൾച്ചയിലേക്ക് പാകിസ്ഥാൻ എത്തിച്ചിരിക്കുകയാണ്. ഝലം നദിയിലെ മംഗ്ല, സിന്ധു നദിയിലെ തർബേല എന്നീ രണ്ട് പ്രധാന അണക്കെട്ടുകളിലെ ജലസംഭരണത്തിൽ വലിയ കുറവ് സംഭവിച്ചിരിക്കുന്നു. പഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ ജലപ്രവാഹം നിയന്ത്രിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ചൈനാബ് നദിയിലെ നീരൊഴുക്കിൽ പെട്ടെന്നുണ്ടായ കുറവും പാകിസ്ഥാനിലെ വേനൽക്കാല വിളകളുടെ വിതയ്ക്കൽ വരൾച്ച ഭീഷണിയിലാക്കിയിരിക്കുകയാണ്. ഈ മാസം ഖാരിഫ് വിതയ്ക്കൽ ആരംഭിക്കും. ഇങ്ങനെ ഖാരിഫ് വിതയ്ക്കൽ ആരംഭിക്കുമ്പോൾ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന സൂചനകൾ. കഴിഞ്ഞ ആഴ്ച താജിക്കിസ്ഥാനിലെ ദുഷാൻബെയിൽ നടന്ന ഹിമാനികളുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു സമ്മേളനത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിലേക്ക് ആഗോള ശ്രദ്ധ ആകർഷിക്കാൻ പ്രേരിപ്പിച്ചതും പാകിസ്ഥാനിലെ വരൾച്ചയാണ്. പാകിസ്ഥാനിലെ സിന്ധു നദീതട അതോറിറ്റിയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രാജ്യം ഇതിനകം തന്നെ ജലപ്രവാഹത്തിൽ 21%, പാകിസ്ഥാനിലെ പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിലെ ജലസേചനത്തിനും ജലവൈദ്യുത ഉൽപാദനത്തിനും വെള്ളം നൽകുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന രണ്ട് പ്രധാന അണക്കെട്ടുകളുടെ തത്സമയ സംഭരണത്തിൽ ഏകദേശം 50% കുറവ് നേരിടുകയാണ്. മെയ്, സെപ്റ്റംബർ മാസങ്ങളിലെ വേനൽക്കാല വിതയ്ക്കൽ പ്രവർത്തനങ്ങൾക്കുള്ള ജലലഭ്യതയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിലയിരുത്തലിനെ പരാമർശിച്ചുകൊണ്ട് IRSA അതിന്റെ പ്രസ്താവനയിൽ ഇന്ത്യയുടെ ജലവിതരണത്തിൽ കുറവുണ്ടായതിനാൽ മാറാലയിൽ ചേനാബ് നദിയിലെ നീരൊഴുക്കിൽ കുറവ് വന്നു, അത് ഖാരിഫ് സീസണിന്റെ തുടക്കത്തിൽ കൂടുതൽ ക്ഷാമത്തിന് കാരണമാകുമെന്ന് ആശങ്കയോടെ വെളിപ്പെടുത്തിയിരുന്നു. അണക്കെട്ടുകൾ വറ്റിയതോടെ പാകിസ്ഥാൻ വിള വിതയ്ക്കൽ പ്രതിസന്ധിയിലാണ്. ഇന്ത്യ ചെനാബ് നദിയിലെ ഒഴുക്ക് കുറയ്ക്കുന്നു. ചെനാബ് നദിയിലെ ഇന്ത്യൻ വിതരണക്ഷാമം സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ ജലസംഭരണികളിൽ നിന്നുള്ള വെള്ളം വിവേകപൂർവ്വം ഉപയോഗിക്കാൻ അണക്കെട്ട് അധികാരികളെയും ജലസേചന വിതരണ നിരീക്ഷണ ഏജൻസികളെയും ഉപദേശിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 21% ക്ഷാമം ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ വൃഷ്ടി പ്രദേശത്ത് മൺസൂൺ മഴ ലഭിക്കുന്നതോടെ സ്ഥിതി മെച്ചപ്പെട്ടേക്കാമെങ്കിലും അടുത്ത മാസത്തോടെ പാകിസ്ഥാന്റെ കാർഷിക പ്രവർത്തനങ്ങൾ ജമ്മു കാശ്മീരിലെ ചേനാബിലെ സ്വന്തം ജലസംഭരണികളായ ബാങ്ക്ലിഹാർ, സലാൽ എന്നിവയുടെ പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളിലൂടെയുള്ള ഒഴുക്ക് ഇന്ത്യ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇന്ത്യ ഇതുവരെ ഈ ജലസംഭരണികൾ ശുദ്ധീകരിക്കുകയും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് അധിക ജലസംഭരണി ലഭ്യമാക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ പഹൽഗാം കൂട്ടക്കൊലയെ തുടർന്ന് 1960-ലെ കരാർ നിർത്തിവെച്ചതിനു ശേഷം പാകിസ്ഥാനുമായി ജലപ്രവാഹ ഡാറ്റ പങ്കിടുന്നത് ഇന്ത്യ നിർത്തിവെച്ചിരുന്നു. പാകിസ്ഥാനിലെ നിർണായക ജലസംഭരണികളുടെ സംഭരണ ശേഷിയെക്കുറിച്ചുള്ള പൊതുവായി ലഭ്യമായ വിവരങ്ങൾ കാണിക്കുന്നത് മംഗ്ല അണക്കെട്ടിന്റെ ഫിൽ ലെവലിന്റെ 50% താഴെ ശേഷിയുള്ള 5.9 MAF-ൽ 2.7 ദശലക്ഷം ഏക്കർ മാത്രമേ നിലവിൽ ശേഷിക്കുന്നുള്ളൂ എന്നാണ്. അതേസമയം തർബേല അണക്കെട്ടിന്റെ സംഭരണ ശേഷി അതിന്റെ മൊത്തം ശേഷിയായ 11.6 MFA-യുടെ 50%-ൽ അല്പം കൂടുതലാണ്. പാകിസ്ഥാനുമായി ജലപ്രവാഹ ഡാറ്റ പങ്കിടാൻ ഇന്ത്യക്ക് ബാധ്യത ഇല്ല എന്ന് തന്നെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. സിന്ധു നദിയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ മൺസൂൺ എത്തുമ്പോൾ അതിന്റെ വലിയൊരു ഭാഗം ഇന്ത്യക്കുള്ളിൽ വരുന്നതിനാൽ IWT താൽക്കാലികമായി നിർത്തിവെച്ചാൽ പീക്ക് ഫ്ലോ സീസണിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ അയൽരാജ്യത്തിന് ബുദ്ധിമുട്ടായിരിക്കും. പാകിസ്ഥാനിലെ രണ്ട് പ്രവിശ്യകളായ പഞ്ചാബ്, സിന്ധ് എന്നിവിടങ്ങളിലെ കാർഷിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത് സിന്ധു നദീതട സംവിധാനവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ജലസേചന കനാലുകളെയാണ്. പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചെനാബ് എന്നിവയിൽ നിന്നാണ് സിന്ധു നദിക്ക് മിക്കവാറും മുഴുവൻ വെള്ളവും ലഭിക്കുന്നത്. IWT പ്രകാരം കിഴക്കൻ നദികളിലെ വെള്ളത്തിന്മേൽ ഇന്ത്യക്ക് പൂർണ്ണ അവകാശമുണ്ട് എങ്കിലും ഇന്ത്യൻ ഭാഗത്തിന് വെള്ളം ഉപയോഗിക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പാകിസ്ഥാന് ഗുണമാകും. പടിഞ്ഞാറൻ നദികളിൽ 3.6 MAF വരെ ജലസംഭരണ സൗകര്യങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് അനുമതിയുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ പാകിസ്ഥാനെ സ്വതവേ ഗുണഭോക്താവാക്കിയ സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.